അസ്സലാമു അലൈക്കും. അപ്പോൾ മക്കളെ, ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് നിങ്ങളെല്ലാവരും ചോദിച്ച മാതിരി ഒരു ഉണ്ണിയപ്പം ഉണ്ടാക്കുന്ന റെസിപ്പി ചോദിച്ചിരുന്നില്ല നിങ്ങളെല്ലാവരും. എല്ലാവരും അല്ല, കുറച്ച് ആൾക്കാർ ഓൽക്കുള്ളൊരു റെസിപ്പി ആയിട്ട് വന്നിരിക്കണത്. ഇതിപ്പോൾ എന്താ പറയുക, നിങ്ങൾ ഉണ്ണിയപ്പം എന്ന് പറയുന്ന സാധനം എല്ലാവർക്കും ഉണ്ടാക്കാനറിയാം. അപ്പോൾ ഇത് ഇപ്പോൾ നമ്മളെപ്പോഴും എളുപ്പത്തിന് വേണ്ടിങ്ങാണ്ട് എന്താട്ടും കുറച്ച് ഗോതമ്പ് മാവ് എടുത്താണ്ട് ഉണ്ടാക്കുന്ന ഒരു സാധനമാണ്. അപ്പോൾ അത് നിങ്ങളൊന്ന് കണ്ടോളി. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും സുഖം തന്നെയാണ് നമ്മൾ വിചാരിച്ചു. അപ്പോൾ നമുക്ക് സുഖം സന്തോഷം ഉണ്ടാകട്ടെ എന്ന് വിചാരിച്ച് അള്ളാഹിനോട് പ്രാർത്ഥിച്ചു, സുഖത്തിനും സന്തോഷത്തിനും വേണ്ടി. അപ്പോൾ എല്ലാവരും ഒരുപാട് നമ്മൾ സപ്പോർട്ട് ചെയ്തിരിക്കണം. സപ്പോർട്ട് ചെയ്തവർക്കൊക്കെ അള്ളാഹു ഹൈറും ബർക്കത്തും നിലനിർത്തി കൊടുക്കട്ടെ, അവർക്ക് സന്തോഷം ഉണ്ടാകട്ടെ. ഇനി നിങ്ങളെ സപ്പോർട്ട് നമുക്ക് ആവശ്യമാണ്. അപ്പോൾ ഈ ഉണ്ണിയപ്പം ഉണ്ടാക്കണ എങ്ങനെയാണെന്ന് നിങ്ങളത് കണ്ടോളി. വേറൊരു 2-3 മിനിറ്റ് കൊണ്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കുക. ഇതിപ്പോൾ വേറെ വലിയൊരു പണിയൊന്നും ഇതിനില്ല. ഇത് നമ്മളെ മലപ്പുറക്കാർക്കൊക്കെ അധികം ആൾക്കാർക്കും അറിയിക്കാറായിട്ടില്ല. അല്ലാത്ത ജില്ലക്കാരക്കാരൻ ചിലപ്പോൾ എന്നോട് ചോദിച്ചിട്ടാണ് തോന്നുന്നത്. അപ്പോൾ നമ്മളീ ഭാഗത്തുള്ളവർക്കൊക്കെ അറിയാം. ഇതിപ്പോൾ നമ്മൾ അരി അരച്ചുണ്ടാക്കണ മാതിരി അതിനുള്ള പണിയൊന്നുമില്ല. കൂട്ടിയൊക്കെ ഉണ്ടാ 4 ചക്കരങ്ങൾ കണ്ടില്ലേ, അത് ഇതിൽ ഇങ്ങനെ കുറച്ച് വെള്ളം പറന്നുകൊണ്ട് ഉരുക്കിനെടുത്താൽ മതി. പിന്നെ ഒരു പാത്രത്തിൽ കുറച്ച് ഗോതമ്പ് പൊടി, അത് ആട്ടയായാലും വേണ്ടില്ല, ഗോതമ്പ് പൊടിപ്പിച്ചാലും വേണ്ടില്ല. അതിക്ക് ഉരുക്കി വെച്ച ചക്കര പറഞ്ഞു കൊടുക്കുക. എളുപ്പമാണ്, ഒരു പണിയില്ല. കുട്ടിയൊക്കെ നമുക്ക് ബേക്കറിയൊന്നും ഇപ്പോൾ വാങ്ങിക്കൊടുക്കാൻ പറ്റുന്ന നേരമല്ല, ഇപ്പോൾ ഇല്ലേനുമില്ല, കിട്ടാനും പ്രയാസം. അപ്പോൾ അങ്ങനത്തെ സമയത്തൊക്കെ നമുക്ക് ഓർക്ക് എന്തെങ്കിലും കജി കൊടുക്കാൻ ചായ കുടിച്ച നേരത്ത് അതിന് പറ്റിയൊരു പണിയാണിത്. അപ്പോൾ അതിക്കൊന്നുള്ളു സോഡാപ്പൊടി വെച്ചാൽ ബേക്കിംഗ് പൗഡറാണ് ഇട്ടില്ലേ. അപ്പം സോഡ ഇവിടെ കഴിഞ്ഞിരിക്കണം. അപ്പോൾ കഴിഞ്ഞ സാധനമൊന്നും ഞാൻ ഇപ്പോൾ ഇതിൽ ചേർക്കണില്ല. അപ്പോൾ ഇത് മതി, ഇതുണ്ടായാലും മതി. അപ്പോൾ കുറച്ച് തോന ഇട്ട് കൊടുക്കണം കേട്ടില്ലേ. അപ്പം സോഡനേക്കാളും ഇത് നുള്ളു ഉപ്പാണ്. ഇത്രയൊക്കെ നമ്മൾ ഇതിൽ കൂട്ടിയിട്ടുള്ളൂ. ഇനി നമുക്ക് നുള്ളു തേങ്ങ, അത് ചിരകിട്ട് കൊടുക്കണമെങ്കിൽ അങ്ങനെ, അല്ലാതെ പൂണ്ടിട്ട് കൊടുക്കാം, അരിഞ്ഞാണ്ട് അങ്ങനെ ചെറിയ കഷ്ണങ്ങളാക്കി ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അങ്ങനെ ഇട്ട് കൊടുക്കാം. ഞാൻ ഇങ്ങനെ ആക്കിയാൽ തരാം, കുട്ടികൾ അല്ലെങ്കിൽ തുപ്പിക്കളെ. അപ്പോൾ ഇങ്ങനെ ആകുമ്പോൾ ഓരോന്ന് തിന്നോളും. അപ്പോൾ വെള്ളത്തിൻ്റെ കുറവുണ്ടായില്ല. അപ്പോൾ നല്ലോണം കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഗോതമ്പ് മാവാകുമ്പോൾ വെള്ളത്തിൻ്റെ ഇത് കുറയല്ലോ, വെള്ളം കുറച്ച് കൂടുതൽ പാർന്നെടുക്കേണ്ടി വരും. എന്നാലും വെള്ളം ലൂസാക്കണ്ട, കുറേശ്ശെ പാർന്ന് ഇളക്കി കൊടുത്തിട്ട് മാത്രം വേണമെങ്കിൽ പാർന്ന് കൊടുത്താൽ മതി. അല്ലാന്നുണ്ടെങ്കിൽ വെള്ളം ഏറിക്കഴിഞ്ഞാലും ഒരു കുഴഞ്ഞു കൊണ്ടേക്കാരം, അപ്പോൾ ഒരു പൗസ് ഉണ്ടാവില്ല, ഒരു മട്ടവും കിട്ടില്ല. അപ്പോൾ ഇതിങ്ങനെ ഒന്ന് ഇളക്കി നോക്കുക, നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് നോക്കിയിട്ട് എങ്ങനെ ഉണ്ടെന്ന് നോക്കുക. അത് കുറച്ചും കൂടി വെള്ളം പാർന്ന് കൊടുത്താൽ മതി. അങ്ങനെ കുറച്ചും കൂടി, അങ്ങനെ ചെറിയ കപ്പിനൊരു 3 കപ്പ് വെള്ളം ഞാൻ പാർന്നെടുത്തു കൊണ്ടില്ല. ഗോതമ്പിൻ്റെ കണക്കൊന്നും ഇപ്പോൾ ഞാൻ നോക്കിയിട്ടില്ല, ഞാൻ കുറച്ച് അങ്ങോട്ട് എടുത്തു. ഗോതമ്പ് പൊടിക്ക് നമുക്ക് വല്ലാതെ ചക്കര മധുരം ആവശ്യമില്ല. അപ്പോൾ 4 ചക്കര ഞാൻ എടുത്തിട്ടുള്ളൂ. ഗോതമ്പ് പൊടി ഒരു 2000 അടുത്ത് ഒക്കെ ഞാൻ എടുത്തിക്കണം. അളന്നിട്ടില്ല, ഒരു കമ്മട്ടം പറയാം. അപ്പോൾ ഇത് നല്ലോണം മിക്സ് ആക്കാൻ, അല്ലാതെ ലൂസാക്കരുത്. നമ്മൾ നെയ്യപ്പൊക്കെ ഉണ്ടാക്കണം ആ ഒരു ഇതിൽ വേണം ഉണ്ടാക്കാൻ. അല്ലെങ്കിൽ ഗോതമ്പിൻ്റെ ഇത് കുഴഞ്ഞടിയും കൊണ്ടേക്കാരം ഗോതമ്പിൻ്റെ അപ്പം ഉണ്ണിയപ്പം. അപ്പം എന്നാലും ആരും ഇത് കണ്ടപ്പോൾ പറഞ്ഞത് ഗുണ്ടാണ്. ഒരു ചിലവിൽ അങ്ങനെയും പറയിക്കാൻ. നമ്മളിവിടെ ഗുണ്ട എന്താണെന്ന് നമുക്കറിയില്ലല്ലോ അല്ലേ. ഗുണ്ടൊക്കെയായിട്ടും തോന്നുന്നുണ്ട് അങ്ങനെ പറയുന്നത്. തെക്കൊക്കെ അല്ലല്ലോ അങ്ങനെയും പറയാം. അപ്പോൾ ഉണ്ണിയപ്പം ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിൽ ചെറിയ ചട്ടിയാണ്. അതിക്ക് നമുക്ക് കുറേശ്ശെ എണ്ണ പൊടിച്ചെടുക്കും. ഒരുപാട് എണ്ണയൊന്നും വേണ്ട ഈ ചട്ടിക്ക്. നോൺ സ്റ്റിക്കിൻ്റെ ചട്ടിയാണ്. അതിലാകുമ്പോൾ അടി പിടിച്ചില്ല. ഈ മറ്റേ ഇൻഡാലിയ ചട്ടി ഇവിടെ ഉണ്ട്, അത് വലിയതൊക്കെ ഇവിടെ ഉണ്ട്, അടി പിടിച്ചു. അതുകൊണ്ട് ഞാൻ അതിൽ ഉണ്ടാക്കലില്ല. ആദ്യമൊക്കെ ഉണ്ടാക്കാൻ ഇപ്പോൾ പറ്റണില്ല. ഒന്നും കൂടി അയച്ചു കൊടുക്കാം നമുക്ക്. അപ്പോൾ ഇനി ഇത് അറിയാത്തവരൊക്കെ ഇത് ഉണ്ടാക്കിയാണ്ട് തിന്നോളിയും, കുട്ടികൾക്കും കൊടുത്തോളിയും. എപ്പോൾ വേണം, ദിവസം വേണമെങ്കിൽ ദിവസം ഉണ്ടാക്കാം. അതിപ്പോൾ കുട്ടികൾക്ക് വലിയ മടുപ്പൊന്നും വരില്ല. ഉച്ചരിയുമ്പോൾ ഉണ്ടാക്കി കൊടുത്താൽ മതിയല്ലോ. ഇനി നമുക്ക് അതിലാണ് പാർന്നുകാണ്ട് തിരിച്ചാണെങ്കിൽ കുറച്ച് ഇടണിട്ടില്ലേ, സിമ്മിലിട്ടാണ്ട് പാരുമ്പോൾ ഒന്ന് കൂട്ടിയിട്ടാലും പിന്നെ സിമ്മിലാക്കണം. അല്ലെങ്കിൽ ഗോതമ്പ് മാവല്ലേ വേഗം കരിയും. അപ്പോൾ അത് കുറേ നേരം ഒന്നിട്ട് കാട്ടി തരുന്നില്ല. അങ്ങനെയൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് ഏറടിച്ചില്ലേ. പിന്നെ ഇതിപ്പോൾ എളുപ്പം നിങ്ങൾക്ക് അറിയാം. നിങ്ങൾക്ക് ഇതിലെന്തൊക്കെയാണ് കൂട്ടുക എന്നാണ് പറയേണ്ടത്, അത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അപ്പോൾ ഇന്നാൾ ഞാനത് പാരോഞ്ഞോട് പറഞ്ഞു, ഗോതമ്പ് ചട്ടിയിൽ നിറച്ച് പാരണ്ട. അപ്പോൾ ഇത് നമ്മളെ മറ്റേതിൻ്റെ മാതിരി ഇങ്ങോട്ട് പൊന്തിയൊന്നും വരില്ല. നമ്മൾ കൂട്ടിയൊന്നും വെക്കണില്ലല്ലോ കുറേ നേരം. കൂട്ടി വെച്ചാൽ ചിലപ്പോൾ പൊന്തി വരും. കൂട്ടി വെക്കാതെ അപ്പം തന്നെ കലക്കുക പാര്. അതാണ് ഇപ്പോൾ നമ്മളെ പരിപാടി. കൂട്ടി വെക്കണമെന്ന് ഇല്ലോലും അങ്ങനെ ഒന്ന് വെച്ചോളുണ്ട്. ഇത് ഞാൻ വെച്ചിട്ടൊന്നുമില്ല, നമുക്ക് വീഡിയോ എടുക്കും വേണ്ട. അപ്പോൾ അതിനൊക്കെ പാടെ നേരം കിട്ടണ്ടേ. ഉച്ച കഴിഞ്ഞിട്ട് നമ്മൾ ഈ പണിക്കൊക്കെ നിൽക്കുകയുള്ളൂ.
രാവിലെ തന്നെ അവിടെ കൂട്ടിയും വെച്ചില്ല. അങ്ങനെ ചിഞ്ചണമൊന്നുമില്ല. അത് ഗോതമ്പ് നല്ല പദമായൊക്കെ ഉണ്ടാവും ഗോതമ്പ് പൊടി. പണ്ട് ജമ്മ ഉണ്ടാക്കിയെന്ന മാതിരി അതിൻ്റെ തൊപ്പി ഒരു ഓട്ടയൊക്കെ കണ്ടിട്ടില്ലേ? അതാണ് നിങ്ങൾ കാര്യമൊക്കെ ഉണ്ടാകും ഉണ്ടാക്കുമ്പോൾ സാറിൽ ഉണ്ടാക്കിക്കളോണ്ട്. ഇതിപ്പോൾ ഞാൻ വലിയ പാചകക്കാരിയൊന്നും അല്ലല്ലോ. നമ്മളന്ന് ഉണ്ടാക്കി അത് ഇപ്പം നമ്മൾ ഇങ്ങോട്ട് വർത്താനം പറയുന്ന കൂട്ടത്തിൽ എങ്ങനെ ഉണ്ടാക്കിയത്. അപ്പോൾ അത് കണ്ടപ്പോൾ കുറേ ആൾക്കാർ ഒരുപാട് ആളിനോട് ചോദിച്ചു. ആ ചോദിച്ചവർക്ക് മണ്ടിയും കണ്ടാണ് ഇപ്പോൾ അത് അറിയാത്തോലെ ആരാച്ച എല്ലാവരും കാണും ചെയ്തോളി ഉണ്ടാക്കും ചെയ്തോളി. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വർത്താനം എന്ന് പറയുന്നത്. ഇനി ഇൻഷാ അല്ലാ നമുക്ക് പെരൻ്റെ ഉള്ളിൽ എന്നെങ്ങാണ്ട് എടുക്കാൻ പറ്റുന്ന വീഡിയോകൾ എന്തൊക്കെയാണ് നോക്കട്ടെ. അതിനനുസരിച്ച് നിങ്ങൾക്ക് നിങ്ങളെ മുമ്പിലേക്ക് നമ്മൾ കൊണ്ടുവരണ്ട്. നമ്മളെ എല്ലാവരും ഇതുപോലെ സപ്പോർട്ട് ചെയ്ത പോലെ ഇനിയും ചെയ്യും ഇൻഷാ അല്ലാ. നമുക്ക് ലോക്ക്ഡൗണൊക്കെ തീർന്ന് നമ്മൾ ഇപ്പോഴത്തെ അവസ്ഥയിൽ നിന്നൊക്കെ നമ്മൾ കഴിച്ചിലാട്ടെ. അത് കണ്ടോ കജ്ജിൽ ഫോണാണ്. അപ്പോൾ അത് തിരിച്ച് ചട്ടിയിൽ നിന്നാണ് പോയി കിട്ടി. ചട്ടിക്കാൻ നോക്കിയപ്പോഴത്തേന് ഫോണാവാത്തക്കായി. ട്രൈപ്പോഡൊന്നും ഇവിടെ വെക്കാൻ പറ്റില്ല. അത് കൊടുന്ന് വെച്ചാൽ കുട്ടികൾ അതും ഇളക്കും. അതുകൊണ്ടാണ് ഞാനിവിടെ വെക്കാത്ത. ട്രൈപ്പോഡൊക്കെ ഇപ്പം നമുക്കുണ്ട്. അതില്ലായിട്ട് ഞാൻ കുറേ വീഡിയോ ഇടാൻ മടിച്ചെന്ന്. കാരണം ഒരു കജ്ജിൽ ഫോൺ പിടിച്ചാണ്ട് വീഡിയോ ഇടുമ്പോൾ നമുക്കത് ഇങ്ങനെ ഇളകും നമ്മൾ പണിയെടുക്കുമ്പോൾ. പിന്നെ കുട്ടികൾ പിടിച്ച് തരണം എന്നാലൊക്കെ പറ്റുള്ളൂ. വീഡിയോ അല്ല ട്രൈപ്പോഡ് കിട്ടി നോക്കുമ്പോൾ അത് എവിടെയും ട്രൈപ്പോഡ് വെക്കാൻ കുട്ടികൾ അയക്കണില്ല. അതിന് അന്നാണ് കുടിച്ച് പോൽക്കും. അപ്പോൾ ഉണ്ണിയപ്പം ഇവിടെ അങ്ങോട്ട് റെഡിയായി. ഇതൊക്കെയാണ് ഇപ്പം നമ്മൾ ഇന്നത്തെ വർത്താനം. പിന്നെ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ നമ്മൾ ഇട്ടിരുന്നിട്ടില്ലേ നമുക്ക് 10K ആയി എന്നുള്ളത്. നിങ്ങളൊക്കെ കണ്ടോ? കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ ഇപ്പം ഇതിലൊന്നും കൂടി പറയണം. നമുക്ക് 10K ആയിട്ടുണ്ട്. അതിൻ്റെ സന്തോഷം നിങ്ങളോട് അറിയിച്ചാണ്. എല്ലാവരും സപ്പോർട്ട് ചെയ്തുകൊണ്ട് തന്നെയാണ് നമുക്കതിന് പറ്റിയത്. ഇൻഷാ അല്ലാ ഇനി നിങ്ങളെ സപ്പോർട്ട് നമുക്ക് വേണം. മുന്നോട്ടുള്ള ഇതിൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്താൽ തന്നെ നമുക്ക് മുന്നിലേക്ക് പോകാൻ പറ്റുള്ളൂ. അതേപോലെ തന്നെ നമ്മുടെ വീഡിയോൻ്റെ ഇടയിലൊക്കെ ഒരുപാട് സങ്കടങ്ങൾ പറഞ്ഞാൽ കമൻറ്റ് ചെയ്യണ ഓരോ യൂട്യൂബ് ചാനൽ ഉള്ളവരുണ്ട്. അപ്പോൾ ഓലൊക്കെ നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യുക. ഓലൊക്കെ കൊല്ലങ്ങളായിട്ട് ഇതേപോലെ തന്നെ ഒരു ഇതില്ലാതെ കിടക്കിയിരുന്നു. ഇപ്പോൾ ഓലിങ്ങനെ ഒന്ന് രക്ഷപ്പെട്ടെങ്കിൽ എന്നുള്ള നിലക്കാണ് അപ്പോൾ അറിയണത്. അപ്പോൾ ഒന്ന് കഴിച്ചില്ല നിങ്ങളൊക്കെ ഒന്ന് നോക്കിയിട്ട്